ഹലോ ഗായ്സ്, ഗുഡ് ലൈഫ് ആട് ജീവിതം. ഞാൻ സിനിമ കണ്ടോ, സൂപ്പർ സിനിമ. നമ്മൾ മലയാളികൾ കണ്ടിരേണ്ട സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സിനിമ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. മേ ബി ഇൻ ടേംസ് ഓഫ് മേക്കിംഗ് ആവട്ടെ, റിയൽ ലൈഫ് സ്റ്റോറി എടുത്തിട്ട് അതിന് ഫുൾ ജസ്റ്റിഫിക്കേഷനോട് അതിനെ പ്രസൻറ്റ് ചെയ്ത രീതി, ഇറ്റ്സ് സൂപ്പർ. ബ്ലെസ്സി സാർ ഹാസ് ഡൺ complete justification for the movie. The way the movie is made, അതിൻ്റെ എല്ലാ എലമെൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് സ്ക്രീൻ പ്ലേ ആകട്ടെ, ഡയറക്ഷൻ, ആക്ടിങ്, മ്യൂസിക്, കളറിങ്, എവറിത്തിങ് ഇസ് സൂപ്പർ. അമേസിങ് വിഷ്വൽ ട്രീറ്റ്, സൂപ്പർ. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാൻ, പൃഥ്വിരാജ്, വാ, he has given complete justification, complete dedication to the character, to the role. He has lived through the character, man. Transformation എന്നൊക്കെ പറഞ്ഞാണല്ലോ man, this is what it is. നമ്മൾ ലൈക്ക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് we think about, you know, bulking up, good lean muscles, six packs, abs, define ചെയ്ത ബോഡി, ഇതൊക്കെയാണ് നമ്മളൊരു തോട്ടിലേക്ക് വരുന്നത്. ബട്ട് ദിസ് ഇസ് സംതിങ് really to what the character needs in terms of body translation. And adoru it's a very, we can see that how he has done it actually in terms of dedication, what he has done. It is truly commendable, you know. It is something like, we call it like an epitome ഒരു കരിയറിൽ എല്ലാം എന്ത് കാര്യം എടുത്താലും അതൊരു എപ്പിറ്റോം ഉണ്ട്, യുനോ. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രഭാസിന് ബാഹുബലി കിട്ടിയ പോലെ പൃഥ്വിരാജിന് കിട്ടിയതാണ് ആട് ജീവിതം. ദിസ് ക്യാരക്ടർ, മാൻ, ഹി ഹാസ് ഗിവൺ 100% ടു ദ ക്യാരക്ടർ, മാൻ. ഹി ഹാസ് ലിവ്ഡ് അപ് ടു ഇറ്റ്. സൂപ്പർ, അമേസിങ്. പിന്നെന്താ പറയുക, പിന്നെ ഈ മൂവിയുടെ സോൾ എന്ന് പറയുന്ന, ഇറ്റ് ഇസ് ഓൾ അബൌട്ട് ദ മ്യൂസിക്, സ്കോറിങ്, സൗണ്ട്സ്, പാട്ടുകൾ. അപ്പോൾ ദിസ് ഇസ് ഓൾ ഗിവൺ right justification to the scenes and plays it beautifully. നമ്മൾ അതിലേക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും. ദാറ്റ്സ് വാട്ട് ദ മൂവി ഈസ് ഓൾ അബൌട്ട്. നമ്മൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി, ഇൻസിഡൻറ്റ്, അതിനെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക്, സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഓഡിയോ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക്, ഇറ്റ് ഹാസ് ടു റിയലി കണക്ട്. ദ മൂവി ഈസ് എ 3 hours മൂവി. ഫ്രം ദ ബിഗിനിങ് ഇറ്റ് സെൽഫ് വി ആർ ലിറ്ററലി ലൈക്ക് ഹുക്ക്ഡ് ഇൻ ടു ദ മൂവി. നമ്മൾ ഒരു ഹുക്കാണ്, ലൈക്ക് വി ആർ ഹുക്ക്ഡ് ഇൻ ടു ദ മൂവി ആക്ച്വലി. അതിൽ ദിസ് വിഷ്വൽ ട്രീറ്റ്, സൗണ്ട്, എവറിത്തിങ് ഹാസ് പ്ലേഡ് എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് റോൾ ആക്ച്വലി ഇൻ ടേംസ് ഓഫ് ആക്ടിങ്. അല്ലാതെ ഞാൻ പറയുകയാണെങ്കിൽ ആൻഡ് ദ മേക്കിംഗ്, വാ മാൻ, ദിസ് വി റിയലി ഗെറ്റ് ഹുക്ക്ഡ് ആക്ച്വലി. മൂവി, എനിക്ക് മൂവി കണ്ടപ്പോൾ ഫീൽ ലൈക്ക് ഐ കുഡ് get my senses got activated in terms of I can smell the goats, smell the farm, അവിടുത്തെ ചൂട്, മരുഭൂമിയിലെ ചൂട്, ആ കാറ്റിൻ്റെ സൗണ്ട്, മരുഭൂമിയിലെ കാറ്റ്, മറ്റേ മണൽക്കാറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പൊടിക്കാറ്റൊന്ന് അടിക്കുമ്പോഴുള്ള ഫീലില്ലേ അത്, വെള്ളം കുടിക്കാനുള്ള ദാഹം, ആ തേഴ്സ്റ്റ്, പിന്നെ വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു ഫീല്, ഇതൊക്കെ നമുക്ക് ശരിക്കും കിട്ടും. ദാറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ മൂവിയിൽ അത്രയ്ക്ക് ഹുക്ക്ഡ് ആണ്. വി ആർ ട്രാവലിംഗ് അറൗണ്ട് അലോങ് വിത്ത് ദ മൂവി. അതിൻ്റെ ഒരു ദാറ്റ് ഈസ് എ വെരി ഫിലിം മേക്കിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി അതാണ്. മീൻ കപ്പാസിറ്റി ഓഫ് ദ മൂവി ഈസ് ലൈക്ക് ദാറ്റ്. പിന്നെ ദിസ് മൂവീസ് എത്ര ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞ പോലെ 3 hours ഉണ്ട് മൂവി. പക്ഷേ ഈ മൂവി നമ്മൾ സാധാരണ മൂവീസൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് തിയേറ്ററിൽ ചെറിയ ഒച്ചപ്പാടും ബഹളവും, ചെറിയ ചിയറിങ്, അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ മൂവി സ്റ്റാർട്ട് ചെയ്തതുപോലെ എൻഡ് വരെ ഐ വുഡ് സേ ലിറ്ററലി പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു തിയേറ്ററിനകത്ത്. കൂടെ കേൾക്കാനുള്ള ഒച്ച വെച്ചാൽ നല്ല ക്ലാപ്സിൻ്റെയാണ് സിനിമ കഴിഞ്ഞപ്പോൾ. മൂവി അതാണ്, മൂവി ഈസ് ഇറ്റ് ഹാസ് ടു ബി വാച്ച് മാൻ. ഇതൊരു മൂവി എന്ന് പറയുന്നത് എന്താ പറയുക, ദിസ് ഇസ് റിയലി ലൈക്ക് എ റോർ to the entire world, or to the world cinema, what Malayalam movie can do, what Malayalam cinema can do. And I'm so proud of it, man, so proud. It's very nicely done, man, nicely done. I don't know, I mean, what to say about this movie. This has to be experienced in theater, man. It has to be experienced in theater. Don't miss it.
don't miss it. It is going to be a life and opportunity for people like us to view this movie in the theater. So please go and watch in the theater. It's a very, very, very nice emotional experience, man. You guys need to go and watch. It is something, man. The movie has got a lot of potential, man. It should really go to the Oscars, and I feel we should get back that Oscars. നമുക്ക് ആ Oscars തിരിച്ചു കൊണ്ടുവരണം കേരളത്തിലേക്ക്. The movie deserves a lot, man. The hard work of the entire team, the crew, each and every member of the entire crew has given their sweat and blood for this movie, and that is really, നമുക്ക് കാണാൻ പറ്റും ആ സ്ക്രീനിൽ കാണാൻ പറ്റും. ഹക്കീം എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് അറിയത്ത പോലില്ല. ഗോകുൽ, എന്താ പറയാ, ദി ഇന്നസെൻസ് ടു ദി ആക്ടിങ് ലെവൽ, എവറിത്തിങ് ഇസ് സീംലെസ്. ഹി ഈസ് ഓൾസോ ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്, മാൻ. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ പറയുന്നു പൃഥ്വിയുടെ, അതുപോലെ തന്നെ നമ്മൾക്ക് പറയേണ്ട ഒരു ഏരിയ ആണ് ഗോകുലിൻ്റെയും. വാട്ട് കൈൻഡ് ഓഫ് ഡെഡിക്കേഷൻ ഹി ഹാസ് ഗിവൻ, and the kind of opening that he has got into the industry also, man. He is, it's all about luck, dedication, hard work, sincerity, എല്ലാം കൂടെ ചേർന്ന ഒരു എഫേർട്ടാണ് ഗോകുലിൻ്റെ നമുക്ക് ആ മൂവിയിൽ കാണാൻ പറ്റുന്നത്. It is, everything is done. All the characters, be it Amla Paul, be it anybody who is coming and going in the screen, even the Arabic characters, everybody has given that trueness to the character, man. That's what it is standing out. So I feel that everybody should go and watch this movie, man. And big salute to the entire crew. You guys have really rocked it, and keep making movies like this, man. And we enjoy it thoroughly, man. Appa shariya, bye bye.